നമ്മുടെ ക്രിബിന്റെ പാർട്ട് 2ലേക്ക് കിടക്കാം കേട്ടോ. പാർട്ട് 1 കണ്ടാലേ മനസ്സിലാവുള്ളൂ ഇത്രയും പെയിൻ എടുത്തോന്ന് കേട്ടോ. അപ്പോൾ മണ്ണ് കളക്ട് ചെയ്തു, മണ്ണിട്ടു, ചിന്തേരിപ്പൊടി എടുത്തു, നോക്കിയേ കാലത്തൊഴുത്ത്. ഇനി നാളെ പാതിരൊക്കെ ഉണ്ണിയെ വെക്കുള്ളൂ. ഇത്രയും ദിവസം എന്നും ഒരിക്കൽ അന്ന് തൊട്ട് ഇങ്ങനെ കാര്യമാക്കിയേ വെക്കുള്ളൂ കേട്ടോ. പിന്നെ എനിക്കറിയില്ല, ജൊനാഥൻ പകുതി മുക്കാലും, അതായത് ഒരു 10 വർഷം പുറകോട്ട് നോക്കുമ്പോൾ ജൊനാഥൻ എടുത്ത പെയിനാണ് കേട്ടോ. അതിന് വെറുതെ നമുക്ക് സെറ്റ് ചെയ്യാനേ ഉള്ളൂ. പക്ഷെ അതിൻ്റെയൊക്കെ കുറച്ച് പോരായ്മയൊക്കെ ഉണ്ട്, എനിക്കറിയില്ല. ഓക്കെ, മരത്തിൻ്റെ വീട്, അതുപോലെ ഇത് വെള്ളമുണ്ട് കേട്ടോ. കണ്ടോ, വെള്ളമുണ്ട്. നല്ലൊരു മരത്തിൻ്റെ പാലം, ഇനി ഒരു മരത്തിൻ്റെ വീടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പെയിൻ എടുത്തിട്ടുണ്ട്. ഒരു 10 വർഷം പുറകോട്ട് നോക്കുമ്പോഴത്തേക്കും ജൊനാഥൻ അന്ന് തീരെ ചെറുതാ, ഒരു വല്ല 9-ലോ 8-ലൊക്കെ പഠിക്കുന്ന ക്ലാസ്സിൽ ഇത്രയും മനോഹരമായിട്ട് ജൊനാഥൻ സെറ്റ് ചെയ്തതാണ്. ഇന്നാണ് അതിൻ്റെ ആ ജൊനാഥൻ ഇവിടെ സ്ഥലത്തില്ലാത്തതിൻ്റെ ആബ്സൻസ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഒത്തിരി പെയിൻ എടുത്തു. ഓക്കെ, രാജാക്കന്മാരുടെ വീടാണ് കേട്ടോ. വീട് സെറ്റ് ചെയ്തേക്കണണ്ട, ഓടൊക്കെ കണ്ടില്ലേ. ബൾബുണ്ടേ, അത് ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ എല്ലാം കാണിച്ചു തരാം ഫൈനലാവുമ്പോൾ. ഇവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട്, ഈ കിണറ്റിലും വെള്ളമുണ്ട്. കണ്ട, വെള്ളമുണ്ട്. ഇനി നാളെ ഏകദേശം ഒന്ന് തെന്നരിക്ക് ഇടണം. അങ്ങനെ നമ്മുടെ പാർട്ട് 2 കഴിഞ്ഞു. എല്ലാം കഴിയുമ്പോൾ പാർട്ട് 3 ഫൈനൽ ക്രിബ് റെഡിയാവും. ഓക്കെ, താങ്ക് യു.